ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ മുണ്ടയാംപറമ്പ് ശ്രീ തറക്കുമീത്തൽ ഭഗവതി ക്ഷേത്രത്തിനെക്കുറിച്ചാണ് പങ്കുവയ്ക്കുന്നത്. മുണ്ടയാംപറമ്പ് ശ്രീ തറക്കുമീത്തൽ ഭഗവതി ക്ഷേത്രത്തിലെ ദേവിയെ ശത്രുസംഹാരിണിയായാണ് ആരാധിച്ചു പോരുന്നത്. ആചാര വൈവിധ്യം കൊണ്ടും ഐതിഹ്യ പെരുമ കൊണ്ടും പ്രശസ്തമാണ് മുണ്ടയാംപറമ്പ് ശ്രീ തറക്കുമീത്തൽ ഭഗവതി ക്ഷേത്രം. ചിരപുരാതനവും ചരിത്രപ്രസിദ്ധവും നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതുമാണ് ഈ പുണ്യസങ്കേതം. കേരളത്തിലെ എണ്ണപ്പെട്ട ദേവീക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ദേശാന്തര പ്രശസ്തവും നിരവധി ഭക്തർ ദർശനത്തിനെത്തിയിരുന്ന ഒരു ക്ഷേത്രവുമാണിത്. ഈ ക്ഷേത്രത്തിൽ ആരാധന തുടങ്ങിയത് എന്നു മുതലാണെന്ന് ആചാര്യന്മാർക്കു പോലും ഏകദേശ ധാരണയില്ല. അത്രക്കും പുരാതനമാണ് ഈ പുണ്യസങ്കേതം. മലയോര മേഖലയുടെ സിരാകേന്ദ്രമായ ഇരിട്ടി നഗരത്തിൽ നിന്നും 10 കിലോമീറ്റർ വടക്കുകിഴക്ക് മാറി അയ്യങ്കുന്ന് പഞ്ചായത്തിലെ മുണ്ടയാംപറമ്പിൽ കാക്കത്തോടിൻ്റെ തീരത്ത് ഹരിതാപമായ കാവുകളാൽ സമ്പന്നമായ ഇടത്താണ് ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥാനം. ഭഗവതിയെ വലിയ തമ്പുരാട്ടി എന്നും ചെറിയ തമ്പുരാട്ടി എന്നും ആരാധിക്കുന്നു. വനദേവതയായി ഭഗവതി ഇവിടെ കുടിയിരുന്നു എന്നാണ് വിശ്വാസം. ചെറിയ ഭഗവതി സാക്ഷാൽ ഭദ്രകാളിയാണ്. ഒപ്പം പെരുമ്പേശൻ ദൈവത്തിൻ്റെയും അറവിലാൻ ദൈവത്തിൻ്റെയും സ്ഥാനവും ക്ഷേത്രത്തിലുണ്ട്. മുണ്ടയാംപറമ്പ് ശ്രീ തറക്കുമീത്തൽ ഭഗവതി ക്ഷേത്രം നിത്യപൂജയില്ലാത്ത ക്ഷേത്രമാണ്. എല്ലാ സംക്രമ ദിവസവുമാണ് നട തുറക്കുന്നത്. രാവിലെ 5:30 നട തുറക്കുന്ന ക്ഷേത്രസന്നിധിയിൽ ഉച്ചയ്ക്ക് 1:30 ക്ഷേത്രനടയടച്ച് ക്ഷേത്രത്തിൻ്റെ ആരൂഢ സ്ഥാനമായ തറക്കുമീത്തലിലേക്ക് കർമ്മങ്ങൾക്ക് വേണ്ടി മാറുകയാണ്. കൂടാതെ മേടത്തിര ഉത്സവത്തിനും ധനുത്തിര ഉത്സവത്തിനും മണ്ഡലകാലത്തും പുത്തരി ദിവസവും നവീകരണ കലശവാർഷികത്തിലും ക്ഷേത്രത്തിൽ നട തുറക്കാറുണ്ട്. കൂടാതെ എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും ക്ഷേത്രത്തിൻ്റെ താഴേക്കാവിൽ കോമരത്തിൻ്റെ നേതൃത്വത്തിൽ കലശവും നടന്നു വരുന്നുണ്ട്. വർഷത്തിൽ 2 ഉത്സവങ്ങളാണ് ഈ ക്ഷേത്രത്തിലുള്ളത്, ധനുത്തിരയും മേടത്തിരയും. ഉത്സവങ്ങളിൽ 10,000-കണക്കിന് ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നു. നിരവധി കാവുകൾ ക്ഷേത്രത്തിനു സമീപത്തായുണ്ട്. അതിൽ താഴേക്കാവിലാണ് കോഴിയെ സമർപ്പിക്കുന്നത്. കലശമാണ് കാവിലെ പ്രധാന ചടങ്ങ്. ഇവിടെ നടക്കുന്ന മറികൊത്തൽ എന്ന ചടങ്ങ് സർവ്വവിഘ്നങ്ങൾക്കും പരിഹാരമാണ്. കാവിൽ ഹിംസയിൽ അധിഷ്ഠമായ കർമ്മമായതിനാൽ നമ്പൂതിരിമാർക്ക് പ്രവേശനമില്ല. തെയ്യങ്ങൾക്ക് അകമ്പടിയായി ചെണ്ട ഉപയോഗിക്കാത്ത, പൂജയ്ക്ക് മണിമുഴക്കാത്ത അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണിത്. അസുരന്മാരായ ചണ്ടമുണ്ടന്മാരെയും ദാരികനെയും വധിച്ച് ലോകത്തിന് മംഗളം നൽകി ശത്രുസംഹാരിണിയായി ഉദ്ഭവിച്ച് അസുരം നിഗ്രഹം നടത്തി കുടികൊള്ളുന്ന ഭഗവതിയോടുള്ള ഭക്തിയാൽ ഉച്ചയെരിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെയോ ദേവിയുടെയോ നാടിൻ്റെയോ പേര് ഉച്ചരിക്കാൻ പാടില്ലായിരുന്നു. ഉച്ചയെരിഞ്ഞാൽ ഉച്ചരിക്കാൻ പാടില്ലാത്ത ദിക്ക് എന്നാണ് പല ദേശത്തും ഇന്നും മുണ്ടയാംപറമ്പ് അറിയപ്പെടുന്നത്. ഉച്ച കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ പരിസരത്തു നിന്നും പണ്ടുകാലത്ത് ആളുകൾ ഉറക്കെ സംസാരിക്കുക പോലും ഇല്ലായിരുന്നു. അങ്ങനെ മിണ്ടാംപറമ്പ് അറിയപ്പെടുകയും കാലാന്തരത്തിൽ മുണ്ടയാംപറമ്പ് എന്നായി മാറുകയുമാണ് വിശ്വാസം. ക്ഷേത്രത്തിലെ തെയ്യങ്ങളെക്കുറിച്ചുള്ള മറ്റൊരു വീഡിയോയുമായി കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.